Goldilocks and the Three Bears. 4 characters are there. 1. Goldilocks. 2. Papa Bear. 3. Mama Bear. 4. Baby Bear. Goldilocks and the Three Bears. Once there was a girl with curly hair. Her name was Goldilocks. പണ്ട് ഒരിടത്ത് ചുരുണ്ട തലമുടിയുള്ള ഒരു പെൺകുട്ടിയുണ്ടായിരുന്നു. അവളുടെ പേര് ഗോൾഡിലോക്സ് എന്ന് ആയിരുന്നു. ഗേൾ എന്ന് പറഞ്ഞ പെൺകുട്ടി. One day she went into the forest near her house. She saw a cottage. ഒരു ദിവസം അവൾ അവളുടെ വീടിനടുത്തുള്ള ഒരു കാട്ടിലേക്ക് പോയി. അവൾ അവിടെ ഒരു ചെറിയ വീട് കണ്ടു. Is anybody in? She asked. There was nobody. The bear family lived in the cottage. Anybody, ആരെങ്കിലും, asked, ചോദിച്ചു. ആരെങ്കിലും അകത്തുണ്ടോ? അവൾ ചോദിച്ചു. പക്ഷേ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ബേർ എന്ന് പറഞ്ഞാൽ കരടി. ഒരു കരടിയുടെ കുടുംബമായിരുന്നു അവിടെ താമസിച്ചിരുന്നത്. They had gone for a walk. Goldilocks went in. She wanted to see who lived there. അവർ നടക്കാൻ പോയത് ആയിരുന്നു. Goldilocks അകത്തേക്ക് കടന്നു. ആരാണ് അവിടെ ജീവിക്കുന്നതെന്ന് അവൾക്ക് കാണണം. She saw 3 bowls of porridge on the table. There was a big bowl for Papa Bear. Porridge പറഞ്ഞാൽ കഞ്ഞി. മേശയിൽ 3 പാത്രം കഞ്ഞി അവൾ കണ്ടു. അതിൽ വലിയ പാത്രം പപ്പ ബെയറിന്റേതായിരുന്നു. A middle size bowl for Mama Bear and a tiny little bowl for Baby Bear. Tiny little എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുത്. ബൗൾ പറഞ്ഞാൽ പാത്രം. ഒരു ഇടത്തരം പാത്രം മമ്മ ബെയറിന്റെയും ഏറ്റവും ചെറിയ പാത്രം ബേബി ബെയറിന്റേതുമായിരുന്നു. Goldilocks was hungry. She ate the porridge from the big bowl. Hungry അർത്ഥം വിശപ്പ്. Ate കഴിച്ചു. Goldilocks-ന് വിശക്കുന്നുണ്ടായിരുന്നു. അവൾ വലിയ പാത്രത്തിൽ നിന്നും കഴിച്ചു. It was very hot. She ate from the middle-sized bowl. It was too cold. Hot അർത്ഥം ചൂട്, cold അർത്ഥം തണുപ്പ്. അത് വളരെ ചൂടായിരുന്നു. അവൾ ഇടത്തരം പാത്രത്തിൽ നിന്നും കഴിച്ചു. അത് വളരെ തണുപ്പായിരുന്നു. She ate from the tiny little bowl. It was just right. അവൾ ഏറ്റവും ചെറിയ പാത്രത്തിൽ നിന്നും കഴിച്ചു. അത് ശരിയായിരുന്നു. Goldilocks ate up all the porridge. Then she went to the bedroom. Goldilocks എല്ലാ porridge-ഉം കഴിച്ചു തീർത്തു. അതിനുശേഷം അവൾ ബെഡ്റൂമിലേക്ക് പോയി.
There was a big bed for Papa Bear, a middle-sized bed for Mama Bear, and a tiny little bed for Baby Bear. ഇവിടെ പപ്പാ ബിയറിന്റെ വലിയ കിടക്കയും മാമ ബിയറിന്റെ ഇടത്തരം കിടക്കയും ബേബി ബിയറിന്റെ ചെറിയ കിടക്കയും ഉണ്ടായിരുന്നു. The big bed was very hard. The middle-sized bed was too soft. But the tiny little bed was just right. Goldilocks fell asleep in the tiny little bed. The bear family came back. വലിയ കിടക്ക കട്ടിയുള്ളതായിരുന്നു. ഇടത്തരം കിടക്ക വളരെ മിനുസമുള്ളതായിരുന്നു. ഏറ്റവും ചെറിയ കിടക്ക അതിന് രണ്ടിനും ഇടയിലായിരുന്നു. ഗോൾഡിലോക്സ് ഏറ്റവും ചെറിയ കിടക്കയിൽ കിടന്ന് ഉറങ്ങിപ്പോയി. കരടിയുടെ കുടുംബം തിരിച്ചു വന്നു. Somebody ate my porridge, shouted Papa Bear in his big gruff voice. Somebody ate my porridge too, said Mama Bear. Somebody finished all my porridge, said Baby Bear in his tiny little voice. ആരോ എന്റെ കഞ്ഞി കുടിച്ചു, പപ്പ ബിയർ അവന്റെ വലിയ കടുത്ത സ്വരത്തിൽ പറഞ്ഞു. ആരോ എന്റെ കഞ്ഞിയും കുടിച്ചു, മമ്മ ബിയർ പറഞ്ഞു. ആരോ എന്റെ മുഴുവൻ കഞ്ഞിയും കുടിച്ചു, ബേബി ബിയർ അവന്റെ ചെറിയ സ്വരത്തിൽ പറഞ്ഞു. The bear family went to the bedroom. Somebody slept in my bed, shouted Papa Bear in his big, gruff voice. Somebody slept in my bed too, said Mama Bear. Somebody is sleeping in my bed, said Baby Bear in his tiny little voice. കരടിയുടെ കുടുംബം ബെഡ്റൂമിലേക്ക് പോയി. ആരോ എന്റെ കിടക്കയിൽ ഉറങ്ങി, പപ്പ ബിയർ അവന്റെ വലിയ കടുത്ത സ്വരത്തിൽ പറഞ്ഞു. ആരോ എന്റെ കിടക്കയിലും ഉറങ്ങിയിട്ടുണ്ട്, മമ്മ ബിയർ പറഞ്ഞു. ആരോ എന്റെ കിടക്കയിൽ കിടന്ന് ഉറങ്ങുന്നു, ബേബി ബിയർ അവന്റെ ചെറിയ സ്വരത്തിൽ പറഞ്ഞു. Goldilocks woke up. She saw the 3 bears. She jumped down and ran out of the cottage as fast as she could. Goldilocks ഉണർന്നു. അവൾ 3 ബിയറിനെയും കണ്ടു. അവൾ ചാടി ഇറങ്ങി അവൾക്ക് പറ്റുന്ന അത്രയും വേഗത്തിൽ ആ കോട്ടേജിൽ നിന്നും ഓടിപ്പോയി. സ്റ്റോറി മനസ്സിലായി, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. എക്സസൈസ് ആൻഡ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.